അച്ഛൻ ഒളിഞ്ഞും മറഞ്ഞും ആരോടൊക്കെയോ ഫോണിൽ സംസാരിക്കുന്നത് കേൾക്കുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഹരിതയുടെ പേരും പറയുന്നത് കേട്ടു. ഞാൻ വിളിച്ചിട്ടാണ് ഹരിതയുടെ ഫോൺ സ്വിച്ച് ഓഫും. അച്ഛൻ ആ പ്രകാശനുമായിട്ട് എന്തോ ചുറ്റിക്കളിയുണ്ട്. ഹരിത നിൽക്കുന്നത് പ്രകാശന്റെ വീട്ടിലാ. എന്റെ വയറ്റിലുണ്ടായിരുന്ന ആദ്യത്തെ കുഞ്ഞിനെ നിങ്ങൾ നശിപ്പിച്ചു. കൊച്ചു കുഞ്ഞുങ്ങൾ പന്ത് കളിക്കുമ്പോ തള്ളിയിട്ട് കാൽമുട്ട് പൊട്ടിച്ചവനോട് എല്ലാം മറന്ന് മുറിഞ്ഞ കാലുമായി വീണ്ടും കളിക്കാൻ പോകുന്നത് പോലെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നതല്ലേ. എന്നിട്ടും എന്നോട് എന്തിനായിരുന്നു ഈ ചതി? എന്റെ കുഞ്ഞിനെ നശിപ്പിക്കുമ്പോ നിങ്ങൾക്ക് എന്ത് നേട്ടാ കിട്ടുന്നത്? അതെ, നീ ഇപ്പൊ ചോദിച്ച ചോദ്യല്ലേ, ആ ചോദ്യത്തിന് ഉത്തരം തേടിയ തന്നെ ഞാൻ അങ്ങനെ ചെയ്യില്ലെന്ന് നിനക്ക് ബോധ്യപ്പെടും. ഹരിതേ, നീ എന്നെ ഒന്ന് വിശ്വസിക്കും മോളെ. ഞാൻ നിന്റെ കുഞ്ഞിനെ ഇല്ലാതാക്കാൻ ഒരു മരുന്നും തന്നിട്ടില്ല. ഡോക്ടർ പിന്നെ കള്ളം പറയോ? ഡോക്ടർ എന്നോട് കള്ളം പറഞ്ഞിട്ട് എന്താ നേട്ടം? അത് മാത്രമല്ല, എന്റെ ഭർത്താവിന്റെ സഹോദരിയാ എനിക്ക് ഈ ലേഹ്യം അരിഷ്ടവും ഒക്കെ തന്നതെന്ന് ഞാൻ ഡോക്ടറോട് പറഞ്ഞിട്ടുമില്ല. അപ്പോ ഡോക്ടർ പറഞ്ഞത് സത്യം തന്നെയാ. ഹരിതേ, നീ കുടിക്കുന്ന മരുന്നുകൾ തന്നെയാ ഞാനും കുടിക്കുന്നത്. ഞാൻ പറഞ്ഞത് നീ കേട്ടോ? നീ കുടിക്കുന്ന മരുന്നുകൾ തന്നെയാ ഞാനും കുടിക്കുന്നതെന്ന്. എന്റെ വയറ്റിലൊരു കുഞ്ഞ് വളരുന്നുണ്ട്. എന്താ ഇതിന് നിനക്കൊന്നും പറയാനില്ലേ? ഈ മരുന്ന് തന്നെയാ നിങ്ങൾ കുടിക്കുന്നെന്ന് എന്താ എത്ര ഉറപ്പ്? ഹരിതേ, ചെയ്യാത്ത തെറ്റിന് ഒരാളെ നമുക്ക് സംശയിക്കാം. പക്ഷെ അതിന്റെ സത്യാവസ്ഥ തിരക്കണം. എന്നിട്ട് സംശയം സത്യമായിരുന്നില്ല എന്ന് ബോധ്യപ്പെട്ടാൽ അത് തിരുത്താനുള്ള മനസ്സും വേണം. അല്ലാതെ എന്ത് പറഞ്ഞാലും പ്രതികരിക്കില്ല എന്നുള്ള ഉറപ്പിൽ വീണ്ടും വീണ്ടും കുറ്റപ്പെടുത്തരുത്. എനിക്ക് കുറച്ച് സ്വസ്ഥത വേണം. ഒന്ന് പോയി തരുമോ? എന്റെ കുഞ്ഞിനെ കൊല്ലം നോക്കിയവരുടെ ഫിലോസഫി കേട്ട് നിൽക്കാൻ എനിക്ക് ഉറപ്പ് തോന്നുവാ. നിന്റെ കൊച്ച്, നിന്റെ വയറ്റിൽ കിടക്കുന്നത് നിന്റെ കൊച്ചാവണമെങ്കിൽ നീ വീട്ടിൽ നിന്ന് വരുമ്പോഴേ കൊണ്ടുവരണമായിരുന്നു. ആ കുഞ്ഞ് പറക്കുമ്പോ അതിന് അമ്മ മാത്രമല്ല, സ്വന്തം അച്ഛനും അച്ഛൻ പെങ്ങളും അപ്പച്ചും ഒക്കെ ഉണ്ടാവും. അച്ഛന്റെ കരുതലും അമ്മയുടെ വാത്സല്യവും പകർന്നു കൊടുക്കുന്നവളാണ് അപ്പച്ചി. കുഞ്ഞിന്റെ പകുതി അവകാശം അപ്പച്ചിക്കാ. നിനക്കത് അറിയില്ല. അത് അറിയിച്ചു തരാൻ പറ്റിയൊരു അപ്പച്ചിയല്ല നിന്റെ വീട്ടിൽ ഭൂമി കുലുക്കി നടക്കുന്ന ആ താടക. നിന്നോളം വിദ്യാഭ്യാസം ഒന്നും എനിക്കില്ലെങ്കിലും മരുമക്കത്തായൊക്കെ ഞാനും പഠിച്ചിട്ടുണ്ട്. രാജാവിന്റെ മകനല്ല രാജ്യാധികാരം, അപ്പച്ചിയുടെ മോനാ. നിന്നെ താങ്ങി നിൽക്കേണ്ട ഗതികേടൊന്നും ഈ വന്ദനയ്ക്കില്ല. ഇനി നീ അറിയാതെയെങ്കിലും നിന്റെ കുഞ്ഞിനെ കൊന്നത് ഞാനാണെന്ന് പറഞ്ഞാ അടിച്ച് കരണം പൊളിക്കും ഞാൻ. അതിന് നിന്റെ ഏട്ടന്റെ ഭാര്യ എന്ന ഒറ്റ അധികാരം മാത്രം മതി. എന്താ എന്താ ഇവിടെ നിങ്ങൾക്ക് ഇത്രയായിട്ടും മതിയായില്ലേ? ഒരു ചൊല്ലുണ്ടല്ലോ, എന്തത്? ആ, അരിയും തിന്ന് ആശാരിച്ചും കടിച്ചിട്ട് പട്ടിക്കാ മുറുമുറുപ്പെന്ന്. മാറാ പട്ടി. ഹരിതേ, നീ പോടാ. എന്താ മോനെ, നീ എന്തോ ടെൻഷനിലാണല്ലോ? ഏയ് ഒന്നുമില്ലമ്മേ. നീ എന്താ വിദ്യയായിട്ട് വീണ്ടും വഴക്ക് കൂടിയോ? ശേ, ഇല്ലമ്മേ, വഴക്കൊന്നും കൂടിയില്ല. പിന്നെന്താ നിന്റെ മുഖമൊക്കെ വാടിയിരിക്കുന്നേ? അല്ലമ്മേ, ഇവിടെ എന്തൊക്കെയോ പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്. അപ്പച്ചിയും അച്ഛനും അത് മറച്ചു പിടിച്ചിരിക്കുക. നീ എന്താടാ ഉദ്ദേശിക്കുന്നേ? അമ്മേ, ഹരിതയ്ക്ക് എന്തെങ്കിലും പ്രശ്നം സംഭവിച്ചിട്ടുണ്ടോ എന്നൊരു സംശയം. മോനെ, അല്ലമ്മേ, അച്ഛൻ ഒളിഞ്ഞും മറഞ്ഞും ആരോടൊക്കെയോ ഫോണിൽ സംസാരിക്കുന്നത് കേൾക്കുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഹരിതയുടെ പേരും പറയുന്നത് കേട്ടു. ഞാൻ വിളിച്ചിട്ടാണ് ഹരിതയുടെ ഫോൺ സ്വിച്ച് ഓഫും. അച്ഛൻ ആ പ്രകാശനുമായിട്ട് എന്തോ ചുറ്റിക്കളിയുണ്ട്. ഹരിത നിൽക്കുന്നത് പ്രകാശന്റെ വീട്ടിലാ. അച്ഛനാണെങ്കിൽ മനോജിനോട് ഭയങ്കര ദേഷ്യവും. ഹരിതയ്ക്കോ മനോജിനോ എന്തെങ്കിലും സംഭവിക്കുമെന്ന് എന്റെ മനസ്സ് പറയുന്നു. മോനെ,
എന്നാ നിന്റെ ഊഹ ശരിയാവാനാ സാധ്യത. കുറച്ചു മുമ്പ് പ്രകാശിന്റെ ഫോണിലേക്ക് അച്ഛൻ വിളിച്ചിരുന്നു. ഓ, എന്തൊക്കെയോ സംസാരിക്കുന്നത് കേട്ടു. ചായയുമായിട്ട് ചെന്ന എന്നെ ചീത്ത പറഞ്ഞു പുറത്താക്കുകയും ചെയ്തു. ഉം, ഉം. മോനെ, എനിക്കുടനെ ഹരിതയെ കാണണോടാ. ദേ ഇപ്പൊ തന്നെ. നീ വേഗം റെഡിയായി താഴേക്ക് വാ. കേറി വാമേ. വാ മോനെ. വാമേ. അകത്തേക്ക് ഇരിക്കാം. എന്താ ചന്ദ്രികാമ്മേ പ്രശ്നം? സമയദോഷം എന്നല്ലാതെ ഇതിനൊക്കെ എന്തു പറയാനാ? അമ്മേ, യഥാർത്ഥത്തിൽ ഇവിടെ എന്താണ് നടക്കുന്നതെന്ന് ഞങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയില്ല. ഞങ്ങൾ വിചാരിച്ചു ഹരിത വിളിച്ചു പറഞ്ഞിട്ട് വന്നതായിരിക്കും. ഇല്ല മോളെ, ഞങ്ങളെ ഹരിത വിളിച്ചിട്ടേ ഇല്ല. ഇവിടെ എന്തൊക്കെയോ പ്രശ്നമുണ്ടെന്ന് അച്ഛന്റെ സംസാരത്തിൽ നിന്ന് മനസ്സിലായി. അതാ ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. ഹരിതയെ കാണുന്നതിന് മുമ്പ് നടന്നതെന്താണെന്നൊന്ന് അറിഞ്ഞാൽ കൊള്ളാം. മോനെ, ഹരിത അമ്മയാകാൻ പോകുന്നു എന്ന് അറിഞ്ഞ സമയം മുതൽ ഹരിതയുടെ കാര്യങ്ങളെല്ലാം നോക്കുന്നത് വന്ദനയാ. ഹരിതയ്ക്കും അതായിരുന്നു കൂടുതൽ ഇഷ്ടം. അച്ഛമ്മയെ പോലെ തന്നെ വന്ദനയ്ക്ക് ആ കാര്യങ്ങളൊക്കെ ചെയ്യാൻ നന്നായിട്ട് അറിയാം. ഹരിതയ്ക്ക് കുളിക്കാൻ വെള്ളം വരെ ചൂടാക്കി കൊടുത്തിരുന്നത് വന്ദനയായിരുന്നു. ഇടയ്ക്ക് ഹരിത കുളിമുറിയിലൊന്ന് കാൽ വഴുതി വീണു. അവിടെ തുടങ്ങിയ പ്രശ്നമാ. ഹരിതയെ മനഃപൂർവ്വം വീഴിക്കാൻ വന്ദന എണ്ണ കോരി ഒഴിച്ചതാണെന്നാ ഇപ്പൊ പറയുന്നത്. അതേ കുളിമുറിയില് കുറച്ചു ദിവസം മുമ്പ് വന്ദന ഒന്ന് കാൽവഴുതി വീണതേ ഉള്ളൂ. ഇപ്പോ മനോജ് ഹരിതയും കൂടി കുറുപ്പ് സാർ പറഞ്ഞ ഏതോ ഡോക്ടറെ കാണാൻ പോയി. എന്നിട്ട് അല്ല, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇത്രയും നാളും വന്ദന ഹരിതയെ ശുശ്രൂഷിച്ചതെല്ലാം തെറ്റായ രീതിയിലായിരുന്നു എന്ന്. എന്റെ മോള് കൊടുത്തിരുന്ന കഷായവും മരുന്നും ഒക്കെ വയറ്റി കിടക്കുന്ന കുഞ്ഞിന് ദോഷം ഉണ്ടാകുന്ന രീതിയിലായിരുന്നു എന്ന്. അതൊന്നും ഞാൻ വിശ്വസിക്കില്ല. കാരണം ഗോകുലിനെ പ്രസവിക്കുന്ന സമയത്ത് ഞാൻ കുടിച്ച അതേ മരുന്നുകളാ വന്ദന ഹരിതയ്ക്ക് കൊടുത്തത്. അല്ലേലും എന്റെ വന്ദന മോൾ ആരെയും